നമസ്കാരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി ചർച്ചകൾ പ്രാഥമിക ഘട്ടത്തിലാണ്. എവിടെയൊക്കെ ആരൊക്കെ എന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളുമല്ല. ഇപ്പോൾ വിവാദമായിരിക്കുന്നതൊക്കെ വെട്ടിയെഴുതപ്പെട്ടേക്കാം. ഈ വകയൊക്കെ ഇവിടെ അറിയാവുന്ന ചിലതുകൂടിയുണ്ട്. പട്ടിക പുരോഗമിക്കുമ്പോൾ ചിലതൊക്കെ പുകയുന്നുണ്ട്. മട്ടന്നൂരിൽ നിന്ന് വെട്ടി പേരാവൂരിൽ പേരു ചേർത്ത കെ ശൈലജയുടെ, രണ്ടാമത്തേത് പാർട്ടി സെക്രട്ടറിയുടെ പിൻഗാമിയായി തളിപ്പറമ്പിലെത്തുന്ന പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം, മൂന്നാമത്തേത് പാർട്ടി സെക്രട്ടറിയുടെ പരിഹാസത്തിന് മുന്നിൽ പാർട്ടി അംഗത്വം വലിച്ചെറിയാനൊരുങ്ങുന്ന ജി. സുധാകരൻ. പടപ്പുറപ്പാടും. കോൺഗ്രസിൽ നിന്ന് ശ്രീ എം ലിജു, ഇടത് സഹയാത്രികൻ ശ്രീ എം ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ ജയചന്ദ്രൻ, അങ്ങേക്ക് കേൾക്കാമോ? ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ കേൾക്കാം. ഏറ്റവും അധികം വിവാദമായിരിക്കുന്നതും പാർട്ടി അണികളിൽ നിന്ന് വലിയ തോതിൽ പ്രതിഷേധമുയരുന്നതും തളിപ്പറമ്പ് മണ്ഡലത്തിലെ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ്. മക്കത്തായം, മരുമക്കത്തായം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഭാര്യത്തായം എന്ന് ആദ്യം കേൾക്കുകയാണ് എന്നതടക്കം പരിഹാസമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ഇത് പാർട്ടി തിരുത്താനുള്ള സാധ്യത എത്രയാണ്? മാധു, ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മക്കത്തായമോ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള തായമോ ആയിക്കോട്ടെ, 1964 CPIM രൂപീകരിക്കപ്പെട്ടത്. അന്ന് മുതൽ ഇന്ന് നമ്മളെ സംസാരിക്കുന്ന സമയം വരെയുള്ള കാലയളവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രീതി, താങ്കൾ പറഞ്ഞതുപോലെ മക്കത്തായമോ മരുമക്കത്തായമോ മറ്റേതെങ്കിലും തരത്തിലുള്ള തായമോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിമാരുടെ അനന്തരാവകാശികളായി അവരുടെ ബന്ധുക്കളെ അരിയിട്ട് വാഴിക്കുന്ന ഏതെങ്കിലും നടപടി CPIM ഉണ്ടായിട്ടുണ്ടോ? എന്റെ ഒരു ചോദ്യമാണ്. ഒന്ന്. രണ്ട്, ഈ പി.കെ. ശ്യാമള എന്ന് പറയുന്ന ആള് പറയൂ. ഓക്കെ, അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് മക്കത്തായമെന്നും മരുമക്കത്തായമെന്നും കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ ഭാര്യത്തായം എന്നൊന്നും ഇപ്പോഴാണ് കേൾക്കുന്നത് എന്ന്. പാർട്ടിയുടെ ചരിത്രത്തിലോ പാർട്ടിയുടെ സാധാരണഗതിയിലുള്ള കീഴ്വഴക്കത്തിലോ ഇല്ലാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ചോദിക്കില്ലല്ലോ. അതെ, ഞാനതാണ് പറഞ്ഞു വന്നത്. പി.കെ. ശ്യാമള എന്ന് പറയുന്ന ആള്, ആ വ്യക്തി എം.ഇ. ഗോവിന്ദൻ മാഷിന്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഈ എം.ഇ. ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ആയതുകൊണ്ട് ഏതെങ്കിലും സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുമില്ല. രണ്ടുമുണ്ട്. പാർട്ടിയിൽ അവരുടെ അവര് ഇപ്പൊ നാളെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന കേവലം ഒരു വനിതാ സ്ഥാനാർത്ഥി മാത്രമല്ലല്ലോ പി.കെ. ശ്യാമള. അവർക്ക് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ആസ് എ പാർട്ടി ലീഡർ അവിടെയുണ്ട്, ആ പ്രദേശത്തുണ്ട്. അത് നിഷേധിക്കാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ലല്ലോ. അവർ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവാണ്. ഇതൊക്കെ ശരി. സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്യുകയല്ല ആളുകൾ, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൈമാറ്റം എന്ന് ചോദിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് മാത്രം അഭിസംബോധന ചെയ്യപ്പെടേണ്ട നേതാവ് എന്നു ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ എന്നതിനപ്പുറത്തേക്ക് പാർട്ടി സെക്രട്ടറി മത്സരിച്ച് അതേ മണ്ഡലത്തിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് ആളുകൾ ചോദിക്കുന്നത്. അത് പാർട്ടി സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവരും കൂടെ ചേർന്നിരുന്ന് എം.ഇ. ഗോവിന്ദൻ മാഷിന്റെ വീട്ടിൽ നിന്ന് തീരുമാനിച്ചതല്ലല്ലോ ഈ തീരുമാനം. അങ്ങനെ വരികയാണെങ്കിൽ ആ തീരുമാനിക്കുന്ന ആരാണ്? CPIM എന്ന പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. അതല്ലാതെ ഗോവിന്ദൻ മാഷിന്റെ വീട്ടിൽ കൂടിയിരുന്നെടുത്ത് ആലോചിച്ച് അവരെടുത്ത തീരുമാനമല്ലെന്നേ അത്. ഈ CPIM അങ്ങനെ വ്യത്യസ്തതയുണ്ടല്ലോ. അവര് തീരുമാനങ്ങൾ താഴെ, ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ, അവിടുന്ന് എതിരഭിപ്രായങ്ങളുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വിയോജിപ്പുകളുണ്ടെന്ന് ഒക്കെ ഉണ്ടായില്ല എന്നും ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ തീരുമാനം എടുക്കുന്നത് CPIM സംബന്ധിച്ചോളം താഴെ തട്ടിൽ നിന്ന് തുടങ്ങി മുകളിലെ തട്ടിലാണ് അന്തിമ തീരുമാനം. ആ തീരുമാനത്തിലേക്ക് വരുമ്പോഴാണ് അറിയുക. അത് ഒരു ഗോവിന്ദൻ മാഷിന്റെ തീരുമാനം എടുക്കാൻ കഴിയില്ല. അതിലെ ഒരു ഔചിത്യക്കേട് ആദ്യം മനസ്സിലാക്കേണ്ടയാൾ M.V. ഗോവിന്ദനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേ മണ്ഡലത്തിലേക്ക് നോക്കൂ, ഞാൻ ഒരു ഘട്ടത്തിലും ഒരു തലത്തിലും പാർട്ടിയിൽ അങ്ങ് പറഞ്ഞതുപോലെ നേതൃപരമായ ഇടങ്ങളിൽ സംഘടനാ സംവിധാനത്തിൽ പി.കെ. ശ്യാമളയുടെ സ്വാധീനം എത്രയാണോ എന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യുകയല്ല. ഞാൻ ചോദിക്കുന്നത് ഈ ഉയർന്നു വന്ന വിമർശനം വിളിച്ചു വരുത്തിയതാണോ എന്നുള്ളതാണ്. വിമർശനങ്ങൾക്ക് അതീതമായ എന്തെങ്കിലും അങ്ങനെ അപ്രമാദിത്വമുള്ള ആരെങ്കിലും ഉണ്ടോ ഈ CPIM-ല്?
പോട്ടെ, CPIM എന്നല്ല, ജനാധിപത്യത്തിന്റെ പാർലമെന്ററി വ്യവസ്ഥയിൽ ആർക്കെങ്കിലും അങ്ങനെ അപ്രമാദിത്വം ഉണ്ടോ? ഈ ലിജുവിനെ വിമർശിക്കരുത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ലിജുവിനെ തിരിച്ച് മറ്റു രാഷ്ട്രീയക്കാരെ വിമർശിക്കരുത് ലിജുവിനോട് പറയാൻ പറ്റുമോ? അങ്ങനെ അപ്രമാദിത്വമൊന്നും ആർക്കും ഇല്ലാന്നേ. വിമർശനങ്ങളും വിയോജിപ്പുകളും ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തന്നെയാണ്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണത്. പക്ഷെ അതുകൊണ്ട് അതാണല്ല എന്നുള്ള നിഗമനത്തിലേക്കോ പോലെയല്ലോ പാർട്ടി അണികൾ തന്നെയാണ്. നമുക്കറിയാം തളിപ്പറമ്പിലെ പാർട്ടിക്കാരെങ്ങനെയാണ്. പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മാറ്റിക്കുത്തുക എന്ന് പറയുന്നത് ചിന്തിക്കാത്ത അണികളും സംവിധാനവുമാണ് അവിടെയുള്ളത്. അതിനെ അങ്ങ് ചൂഷണം ചെയ്യുകയാണ്. അതായത് ആ നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇപ്പൊ VS അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം കിട്ടാൻ വേണ്ടി തെരുവിലിറങ്ങിയത് പോലെയൊന്നും ഉണ്ടാകില്ല. പക്ഷേ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുമോ? അല്ലാതെ ആ പാർട്ടിക്ക് ദയവായി വിടുക മാധു. ആരെ സ്ഥാനാർത്ഥിയാക്കണം തളിപ്പറമ്പിൽ എന്നുള്ളത് ആ പാർട്ടിയുടെ ഉത്തരവാദിത്വവും തീരുമാനവുമാണ്. അതിനെ അണികളെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടതോ അവരെ വിജയിപ്പിക്കേണ്ടതോ ഒക്കെ ആ പാർട്ടിയുടെ മാത്രം ബാധ്യതയല്ലേ. ജനാധിപത്യത്തിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് അവരെ കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്യാനുള്ളതെങ്കിൽ ചർച്ച ചെയ്യാം. അല്ലാതെ എന്തിനാണ് ഒരു വനിത എന്നുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു വ്യക്തി തന്നെയാണ്, അവർക്ക് വ്യക്തിത്വമുണ്ട്. വെറുതെ എന്തിനാണ് അവർ വിവാദത്തിലേക്ക് വലിച്ചടയ്ക്കുന്നത്? അവർ ഗോവിന്ദ മാഷിന്റെ ഭാര്യയായി പോയി എന്നുള്ളതുകൊണ്ട് അവരെ ഇതിലൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നുള്ള അങ്ങനെ പറഞ്ഞതാണ്. ഈ വക കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം. അത് സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചിട്ടില്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, മാധ്യമങ്ങളല്ല, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശരിയാണെന്നേ. പക്ഷേ ജനാധിപത്യത്തിൽ ഉയരുന്ന, അതും ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനവുമായി വരുന്ന വിഷയങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയും മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമല്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ കണ്ടില്ല എന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ലല്ലോ. അല്ല, പല കാര്യങ്ങളും സൈഡ് ലൈൻ ചെയ്ത് പോകേണ്ട ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങൾ തന്നെയാണ് അതിനെ ന്യൂക്ലിയസ് ആക്കി കൊണ്ടുവരുന്നത്. സൈഡ് ലൈൻ ചെയ്യേണ്ട വിഷയമാണിത്. പക്ഷെ അതാണ് ഇപ്പൊ ന്യൂക്ലിയസിലേക്ക് വരുന്നത്. അങ്ങനെ സൈഡ് ലൈൻ ചെയ്യേണ്ടുന്ന എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്രയും കാലം പണിയെടുത്തിട്ട് ഒരു വിഷയം സൈഡ് ലൈൻ ചെയ്യേണ്ട വിഷയമാണ് എന്നൊരു മാധ്യമപ്രവർത്തകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങേ അറ്റത്തെ ഈ പറയുന്നത് പോലെ വർഗീയ പരാമർശങ്ങളോ അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാവുന്ന സന്ദർഭങ്ങളോ വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് കഴിയുന്ന ഒരു കാര്യം സൈഡ് ലൈൻ ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, സൈഡ് ലൈൻ ചെയ്യാവുന്ന എന്താ ഇവിടെ നമ്മൾ കാണേണ്ടത്? മാധുവിന് അറിയാത്തതല്ല ഇതൊന്നും. പിന്നെ നമുക്ക് തർക്കിക്കണമെങ്കിൽ എത്രത്തോളം വേണമെങ്കിലും തർക്കിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഇവര് പിന്നെ ആ വനിതാ നേതാവ് പിന്നെ സ്ഥാനാർത്ഥിയായി വരുന്നെങ്കിൽ MV ഗോവിന്ദൻ എന്ന CPIM സംസ്ഥാന സെക്രട്ടറിയുടെ യോഗ്യതയുടെ ബലത്തിലോ പശ്ചാത്തലത്തിലോ അല്ല അവർക്ക് ക്വാളിഫൈ ചെയ്യപ്പെടുന്നത്. അതാണ് അടിസ്ഥാന പ്രശ്നം. അങ്ങനെ ക്വാളിഫൈ ചെയ്യപ്പെടുകയാണെങ്കിൽ അത് പിന്നെ ഈ ന്യൂക്ലിയസിലേക്ക് വരാം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് തന്നെയാണ്. അങ്ങനെ അല്ലാത്ത കാലത്തോളം അവരുടെ ട്രാക്ക് റെക്കോർഡ് താങ്കൾ തന്നെ പറഞ്ഞല്ലോ, വനിതാ നേതാവാണ്, പിന്നെ ഈ മുനിസിപ്പാലിറ്റികളിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളതാണ്, അതൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ തന്നെയാണ് ട്രാക്ക് റെക്കോർഡ്. അതായത് PK ശ്യാമളയുടെ രാഷ്ട്രീയ നേതൃത്വം പാടവ മികവ് അറിയാത്തവരല്ല, പക്ഷേ തളിപ്പറമ്പിലെ പാർട്ടിക്കാർ എന്നത് ഞാനും അങ്ങും തിരിച്ചറിയുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ പറയുന്നതല്ല, പാർട്ടി എന്താണെന്ന്, പാർട്ടി നേതാക്കൾ ആരാണെന്ന്, പാർട്ടി എങ്ങനെയാണ് തീരുമാനം കൈക്കൊള്ളുന്നത് എന്ന്, പാർട്ടിയിൽ എങ്ങനെയാണ് തീരുമാനങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് എന്ന്, എങ്ങനെയാണ് ആ തീരുമാനങ്ങളിന്മേൽ ശുപാർശകൾ ഉണ്ടാകുന്നത് എന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന ഈ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ പാർട്ടി സംവിധാനവും ആഴമേറിയ പാർട്ടി വേരുകളുമുള്ള ഈ കമ്മിറ്റികളിൽ നിന്ന് അല്ലെങ്കിൽ അതുപോലെയുള്ള അണികളിൽ നിന്നാണ് ഈ വിമർശനം ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് PK ശ്യാമളയുടെ ട്രാക്ക് റെക്കോർഡ് അറിയുന്നതിനേക്കാൾ ഒരു പക്ഷേ അറിയാവുന്നവരിൽ നിന്നാണ് വിമർശനം ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ലിജു, ആരാണ് ഈ പാർട്ടി അപ്പോൾ? അതായത് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളല്ലേ? ഏറ്റവും മുതിർന്ന നേതാവ്. ഒറ്റ കാര്യം കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പിന്നെ ഇന്ന് പകൽ മുഴുവനും മാധ്യമങ്ങൾ ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണ്. ക്ഷമിക്കണം ലിജു, ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുക ഈ ഘട്ടത്തിൽ. മാധ്യമങ്ങൾ പകൽ മുഴുവൻ ചർച്ച ചെയ്ത മറ്റൊരു കേസാണ് VT ബലറാമിന്റെ തൃത്താലയിലെ പിന്നെ ഗ്രൂപ്പ് പോരിന്റെ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയ വാർത്തകൾ. അതിപ്പോഴേ ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണെന്നേ, ഈ ആ പാർട്ടിക്ക് അവരുടേതായ സംവിധാനമില്ലേ? VT ബലറാം ഇന്നലെ പൊട്ടിമുളിച്ച നേതാവുമല്ലല്ലോ, അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് അങ്ങനെ ചർച്ച വരേണ്ട കാര്യമുണ്ടോ? അതുപോലെ ഞാൻ ഇതിന്റെ മറുവശം പറയുകയായിരുന്നു, ചൂണ്ടിക്കാണിച്ചത് മാത്രം. അതുകൂടെ പറയാൻ വേണ്ടിയാണ് സമയം ചോദിച്ചത്. ശരി, അല്ല, ഞാൻ ആ CPM-നെ കുറിച്ച് പറഞ്ഞ അതേ കാര്യമാണ് പറയുന്നത്. VT ബലറാമിനെ കുറിച്ച് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. ഇതൊക്കെ PK ശ്യാമളയെ കുറിച്ച് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം CPM-നാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ചർച്ചകളായി ഉയർന്നു വന്നാൽ അത് ഇരുമ്പുമറയ്ക്കുള്ളിൽ വെക്കണമെന്നൊരു നിലപാട് മാധ്യമപ്രവർത്തനത്തിൽ ഇല്ല എന്നാണ് എൻ്റെ എളിയ അറിവ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരുന്നത്. ശ്രീ ലിജു,
പാർട്ടി നേതൃത്വം തീരുമാനിക്കും. നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ് പാർട്ടി സെക്രട്ടറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചുരുങ്ങിയ പക്ഷം ഇത്തരമൊരു വിമർശനം ഉയർന്നു വന്നേക്കാം എന്നൊരു കാഴ്ചപ്പാടെങ്കിലും ആ പേരവിടെ നിർദ്ദേശിക്കും. ഇപ്പൊ നോക്കൂ, മട്ടന്നൂരാണ് പി കെ ശ്യാമളയുടെ പേര് നിർദ്ദേശിക്കപ്പെടുന്നത് എങ്കിൽ ഇപ്പം കെ കെ ശൈലജ തളിപ്പറമ്പിലാണ് മത്സരിക്കുന്നതെങ്കിൽ അങ്ങനെ ആരും ഇപ്പം വി കെ സനുജ് തളിപ്പറമ്പിലാണ് മത്സരിക്കുന്നതെങ്കിൽ കെ കെ ശൈലജ പേരാവൂരോ മട്ടന്നൂരോ ആണ് മത്സരിക്കുന്നതിൽ, ഇങ്ങനെയൊന്നും ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉയർന്നു വരില്ല. മറ്റെന്തെങ്കിലും വിവാദം ആ സമയത്ത് ഉയർന്നു വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പക്ഷേ പാർട്ടി സെക്രട്ടറി മത്സരിച്ചൊഴിയുന്ന ഇടത്തേക്ക് പി കെ ശ്യാമളയുടെ പേര് നിർദ്ദേശിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുമെന്ന് കാണാതിരിക്കാനുള്ള ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ടാകുമോ? എന്നോടാണ് ചോദിച്ചത്. ആണോ മധു? എനിക്കിതിനകത്ത് ഈ മട്ടന്നൂരിലെ CPM സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അവിടെ ഉയർന്നു വന്നിരിക്കുന്ന സ്ഥലം, ഇപ്പം MV ഗോവിന്ദൻ മത്സരിച്ച സ്ഥലത്ത് അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് നിർദ്ദേശിക്കുക എന്നതിനപ്പുറത്തൊരു CPM നേതാവ് എന്ന നിലയിലാണ് പി കെ ശ്യാമളയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിനകത്ത് പി കെ ശ്യാമളയേക്കാൾ യോഗ്യതയുള്ള നേതാക്കന്മാരുണ്ടോ ഇല്ലയോ എന്നത് തീർച്ചയായിട്ടും അവരുടെ അണികളും പാർട്ടി നേതൃത്വവുമാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. സ്വാഭാവികമായും പാർട്ടി അണികൾക്കിടയിൽ അവരെക്കാൾ മികച്ച സ്ഥാനാർത്ഥിയായി മറ്റാരെങ്കിലും പ്രപ്പോസ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പ്രതികരിക്കും. അത് സ്വാഭാവികമായ ഒരു ജനാധിപത്യത്തിലും മാത്രമല്ല, ഇപ്പോൾ നവമാധ്യമങ്ങളുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടി അണികളും അല്ലാത്തവരുമായ ആളുകൾ നവമാധ്യമങ്ങളിൽ അത്തരത്തിൽ അഭിപ്രായം പറയുകയും ചെയ്യും. നമുക്കതിനെ തെറ്റ് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥിത്വത്തെയും കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ടല്ലോ. ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളതിനെ ആ ഒരു സ്പിരിറ്റിൽ മാത്രം കാണേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പി കെ ശ്യാമളയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എനിക്കറിയില്ല. അത് അവർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അതോടൊപ്പം തന്നെ അവരുമായി ഉയർന്നു വന്ന വിവാദത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, അവിടെ ആന്തൂരിൽ സാജൻ എന്ന പേരായ ഒരു പ്രവാസി ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പി കെ ശ്യാമളയ്ക്കെതിരായിട്ട് വിമർശനങ്ങൾ ഉയർന്നു വന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ MV ഗോവിന്ദൻ്റെ സഹധർമ്മിണി എന്ന തരത്തിലുള്ള വിമർശനമല്ല. അത് ആ നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് അവരിരുന്നപ്പോൾ എടുത്ത നടപടികൾ ഒരു പ്രവാസി വ്യവസായിയുടെ മരണത്തിലേക്ക് വഴിതെളിച്ചു എന്നുള്ള വിമർശനം കേരള രാഷ്ട്രീയത്തിലുണ്ട്. അപ്പം ഞാൻ ശ്രീമതി പി കെ ശ്യാമള ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുമെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാത്രമായിരിക്കും. മുൻകാലത്ത് ഇത്തരൊരു വിമർശനം ഉയർന്നു വന്നു. അദ്ദേഹത്തെ ആ പ്രവാസിയുടെ മരണത്തിലേക്ക് തെളിച്ച സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന തലത്തിലല്ലാതെ അവരെക്കാൾ മികച്ച സ്ഥാനാർത്ഥി വേറെ CPM ഉണ്ടെന്നോ അല്ലെങ്കിൽ അവരെ ആയിരുന്നു നിർത്തേണ്ടതെന്നോ MV ഗോവിന്ദന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അവരെ നിർത്തിയെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ശരി, ഈ തളിപ്പറമ്പ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കോൺഗ്രസിലെ യാതൊരു തരത്തിലുള്ള വിജയസാധ്യതയുമില്ലാത്ത ഒരൊറ്റ തവണ മാത്രമാണ് കോൺഗ്രസിന്റെ വിജയമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തവണ കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥികൾ കിട്ടാൻ എളുപ്പമാണ് എന്ന് മാത്രമല്ല, അവിടെ ഒരു മത്സരം പോലും ഉണ്ട് എന്ന നിലയ്ക്കാണ്, ഇപ്പോൾ തളിപ്പറമ്പ് എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന സ്ഥലമാണ് എന്ന നിലയ്ക്കാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുണ്ടോ? നിങ്ങൾ കൂടുതൽ വിജയസാധ്യത കാണുന്നുണ്ടോ പി കെ ശ്യാമള എതിർ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലവും അങ്ങനെ ബാലികേറ മലകളായി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ആർക്കും ഉദാഹരണത്തിന് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതിയാവുമല്ലോ. ലോക്സഭ ആർക്കും ഒരു നിയമസഭാ മണ്ഡലം, കാരണം ഇത് നമുക്കറിയാം, ഓരോ വർഷം കഴിയും തോറും കൃത്യമായ ഒരു രാഷ്ട്രീയമായി ഇത് CPM ആണ് കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന എല്ലാം ഒരു 50% മാത്രമാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ 60% നിൽക്കുന്നത്. അതിനപ്പുറത്തൊരു വലിയ നിഷ്പക്ഷ സമൂഹം ഇവിടെയുണ്ട്. മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന ആളുകൾ തന്നെ നമുക്ക് ഒരേ സ്ഥാനത്ത് വോട്ട് ചെയ്യുമെന്ന് കരുതാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലം പഴയതുപോലെ പാർട്ടി ഗ്രാമങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തക മണ്ഡലങ്ങളോ ആയിട്ടൊന്നും നമുക്ക് കരുതാനായിട്ട് പിന്നെ ഈ ഞാൻ ഒരു നിമിഷം ഞാൻ പൂർത്തീകരിച്ചിട്ട് പറയാം മധു. രണ്ടാമത്, ഈ തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ VP അബ്ദുൾ റഷീദ് പരാജയപ്പെട്ടത് 20,000 വോട്ടുകൾക്ക് മാത്രമാണ്. 20,000 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പറഞ്ഞാൽ 10,000 വോട്ട് മാറിക്കഴിഞ്ഞാൽ UDFന്റെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാമായിരുന്നു. 10,000 വോട്ട് എന്ന് പറഞ്ഞാൽ 200 ബൂത്തുകളുള്ള ഒരു സ്ഥലത്ത് ഒരു ബൂത്തിൽ 50 വോട്ടുകൾക്ക് വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ 10,000 വോട്ട് മറിയാം എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ തവണ തന്നെ തീവാറുന്നൊരു മത്സരം നടന്ന സ്ഥലമാണ് തളിപ്പറമ്പ്. അപ്പോൾ തളിപ്പറമ്പ് നഗരസഭ തന്നെ ഭരിക്കുന്ന UDF ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ
ഇലക്ഷനിൽ കഴിഞ്ഞ തവണത്തെ ആ മാർജിനുകളെല്ലാം കടപുഴകി പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞാൻ ഓർക്കുന്നു, ഒരു തവണ ഈ അരൂർ നിയമസഭാ മണ്ഡലത്തിൽ 40,000-ത്തിനടുത്ത് വോട്ടിന് LDF വിജയിച്ചെടുത്ത് അവിടെ അന്നത്തെ MLA ആയിരുന്ന ശ്രീ ആരിഫ് MP ആയി പോയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച ഷാനിമോൾ ഉസ്മാന തൊട്ടു മുമ്പത്തെ ഭൂരിപക്ഷം 40,000-ആണ്. അടുത്ത തവണ ഇലക്ഷൻ നമ്മൾ 3,000-ന് കോൺഗ്രസ് ജയിക്കുന്നതാണ് കണ്ടത്. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തെ അങ്ങനെ ഒരു കോട്ടയായി കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പേരാവൂരിൽ KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളത് ഞങ്ങളുടെ ഉറപ്പാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പരമ്പരാഗതമായി UDF മണ്ഡലമായതുകൊണ്ട് മാത്രമല്ല, സണ്ണി ജോസഫ് ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ജയിക്കും. ഇപ്പോൾ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ സാഹചര്യം നോക്കിയാൽ വടകര പാർലമെന്റ് മണ്ഡലം ഒരു UDF കോട്ടയാണോ? അല്ല. വടകര പാർലമെന്റ് മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് ശ്രീ ഷാഫി പറമ്പിൽ ശ്രീമതി KK ശൈലജയെ പരാജയപ്പെടുത്തി. അങ്ങ് കോൺഗ്രസിനാണല്ലോ പ്രതിനിധീകരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ വിജയ സാധ്യതയില്ലാത്ത മണ്ഡലം കൊടുക്കുന്നത് ഒതുക്കുന്നതിന് തുല്യമാണ് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ CPM-ന്റെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ രേഖപ്പെടുത്താത്തത് എൻ്റെ വ്യക്തിപരമായ നിലപാടാണ്. അവരുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് മികച്ചത്, ആരൊക്കെയാണ് അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന ആളുകളെല്ലാം മികച്ച ആളുകളാണ്, ഇന്ന ആളുകൾ മോശക്കാരാണെന്ന് പറയേണ്ട കാര്യം എനിക്കില്ല എന്നുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ശ്രീമതി KK ശൈലജയെ പേരാവൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത് അത്ര നല്ല ഉദ്ദേശത്തിലല്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ചിലപ്പോൾ വർഷങ്ങളോളം നിയമസഭയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിലും അതോടൊപ്പം കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒതുക്കുമ്പോൾ അത് കൃത്യമായി KK ശൈലജയുടെ പരാജയം ഉറപ്പുവരുത്താൻ വേണ്ടിയാണെന്ന് അദ്ദേഹം ചിന്തിച്ച് അതിനെ തെറ്റു പറയാൻ പറ്റില്ല. അത് അദ്ദേഹം മാത്രമല്ലല്ലോ ചിന്തിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫിനെതിരെ ശ്രീമതി KK ശൈലജ വിജയിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. വിജയിക്കില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. സ്വാഭാവികമായി ഐക്യജനാധിപത്യത്തിലുള്ള മുഴുവൻ നേതാക്കന്മാരും കരുതുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായും മട്ടന്നൂർ പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ CPM-ന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് സിറ്റിംഗ് MLA-മാർക്ക് പലർക്കും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ 2 തവണ മത്സരിച്ചതിന് അവർക്ക് പല CPM നേതാക്കന്മാർക്കും CPM ഇളവ് നൽകുന്നുണ്ട്. ഇപ്പം എൻ്റെ ജില്ലയിൽ തന്നെ, ആലപ്പുഴ ജില്ലയിൽ തന്നെ ഇങ്ങനെ ഇളവ് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ശ്രീമതി KK ശൈലജ മാത്രം മാറണം എന്നതിൻ്റെ യുക്തി എന്താണെന്ന് ചിന്തിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം എന്നത് KK ശൈലജയെ വിജയിപ്പിക്കുന്ന സീറ്റിൽ നിർത്തണം ഞങ്ങൾക്ക് എന്തെങ്കിലും നിർബന്ധമൊന്നും, ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. KK ശൈലജ ഉൾപ്പെടെയുള്ള CPM സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെടുത്തണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം കേരള രാഷ്ട്രീയത്തിൽ അത്തരം ഒരു മാറ്റം അനിവാര്യമാണ്, രാഷ്ട്രീയമായ ഒരു മാറ്റം അനിവാര്യമാണെന്ന് കരുതുന്നത്. ഈ പടപ്പുറപ്പാട് എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് മാത്രമായിട്ടുണ്ടാകുന്നതല്ല. ഇപ്പം VT ബൽറാമുമായി ബന്ധപ്പെട്ട് VT ബൽറാമിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ ഷാഫി പറമ്പിലടക്കം രംഗത്ത് വരുന്നുണ്ട്. തുടങ്ങിയ വാർത്തകളും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ മധു, ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വാർത്തകളെ ഒതുക്കി നിർത്താൻ സാധ്യമല്ല. ഇപ്പോൾ ഒരു വ്യക്തി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പഴയ കാലഘട്ടത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രിന്റ് മീഡിയയിൽ വാർത്താക്കുറിപ്പ് കൊണ്ട് കൊടുക്കണം. അത് നമ്മൾ പത്രമാധ്യമങ്ങൾ തീരുമാനിക്കണം കൊടുക്കണോ വേണ്ടയോ എന്ന് അവർക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കാം. ദൃശ്യമാധ്യമങ്ങൾ മാത്രമുള്ളപ്പോൾ അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കുക ഇന്റർവ്യൂ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അവർ തീരുമാനിക്കുക. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഏതെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നവമാധ്യമങ്ങൾ എഴുതാം, അല്ലെങ്കിൽ 5 പേര് ഇരുന്നതിന് ശേഷം ഒരു മീറ്റിംഗ് കൂടി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നവമാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ മത്സരം നടക്കുന്ന ദൃശ്യമാധ്യമങ്ങൾക്ക് കൊടുത്ത് അവർ വിടും. അപ്പോൾ ഞാൻ പറയാം, ഇതൊക്കെ ആ തരത്തിൽ മാത്രം കണ്ടാൽ മതി. ഒരു വലിയ ബൃഹത്തായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു നിയമസഭാ സീറ്റിലേക്ക് ഒരു നേതാവിന് മാത്രം മത്സരിക്കാൻ സാധ്യമാകുമെന്ന് പറയുമ്പോൾ അസംതൃപ്തരാകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും. അതാണല്ലോ ഇപ്പോൾ PK ശ്യാമലയുടെ കാര്യത്തിൽ കാണുന്നു, ഇപ്പം നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ആ തരത്തിൽ മാത്രം കണ്ടാൽ മതി. പക്ഷേ ആത്യന്തികമായി പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ ചെയ്യുന്നത്. മികച്ച സ്ഥാനാർത്ഥികൾ ആകുന്ന ആളുകളെ തന്നെയാണ് പാർട്ടി, അല്ലെങ്കിൽ UDF-ന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും മികച്ച ആളുകളെ തന്നെ ആയിരിക്കും നിർത്താൻ പോകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. തൃത്താല VT ബൽറാം തുടർച്ചയായി 2 തവണ ജയിച്ച സ്ഥലമാണ്. ബൽറാം കേരള രാഷ്ട്രീയത്തിൽ തന്നെ പ്രഗത്ഭനായ ഒരു നേതാവാണ്, കാഴ്ചപ്പാടുള്ള ആളാണ്. അതോടൊപ്പം തന്നെ വളരെ ധീരമായ നിലപാടെടുക്കാൻ മടിയില്ലാത്ത ആളാണ്, ജനകീയനാണ്. അപ്പോൾ അതുകൊണ്ട് ബൽറാം ഒരു മോശം സ്ഥാനാർത്ഥിയെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇന്ന്
ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് ജി സുധാകരനുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും വിമർശനങ്ങൾ ഉന്നയിക്കുക പോലുമല്ല. വേണമെങ്കിൽ അദ്ദേഹം ആ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റിൽ പങ്കുവെച്ച വീഡിയോ വേണമെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുകയുമാകാം. അങ്ങനെയൊന്നുമല്ല ചെയ്തത്. ആ വീഡിയോ ക്ലിപ്പ് അടക്കം ഈ പോസ്റ്റിൽ ഇട്ടുകൊണ്ട് ഞാൻ ഇനി പാർട്ടി അംഗത്വം തുടരുന്നില്ല, അതിന് കാരണമായി കഴിഞ്ഞ 5 വർഷത്തോളമായി ഞാൻ അനുഭവിക്കുന്ന ഈ അധിക്ഷേപമുണ്ട്, അപമാനമുണ്ട്, അതിനൊപ്പം പാർട്ടി സെക്രട്ടറി പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന് പരിഹസിച്ചു എന്നൊരൊറ്റ കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഇനി പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറയുകയാണ്. ജി സുധാകരൻ ഇല്ലാത്ത പാർട്ടിയെക്കുറിച്ച്, ആലപ്പുഴയിലെ ഇടത് രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ജി സുധാകരനെ മാറ്റി നിർത്താൻ കഴിയില്ല. ഇപ്പോൾ പാർട്ടിക്കാർക്ക് കഴിയുമോ എന്നറിയില്ല. പൊതു കേരളത്തിന്, രാഷ്ട്രീയ മനസ്സിന് സാധിക്കുന്ന ഒന്നല്ല, അത് സംഭവിക്കുകയാണ്. മധു, ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം എനിക്കും മധു പറഞ്ഞതുപോലെയുള്ള അഭിപ്രായമാണ്. ജി സുധാകരൻ ഞാൻ മനസ്സിൽ ആരാധിക്കുന്ന അല്ലെങ്കിൽ അത്രയധികം ഇഷ്ടപ്പെടുന്ന ചുരുക്കം ചില നേതാക്കന്മാരിൽ, രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ജി സുധാകരൻ. അദ്ദേഹത്തെ ഞാൻ മന്ത്രിയാവുമ്പോഴും കണ്ടിട്ടുണ്ട്, മന്ത്രിയായിരിക്കുന്ന സമയത്തും കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ അല്ലാത്തപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മുഖത്ത് ഒരു 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 അരുതാത്ത ഒരു ചെയ്തിയുടെ ലക്ഷണം പോലും ഉണ്ടായിട്ടില്ല മധു. ഞാൻ 1-2 ഉദാഹരണം ജി സുധാകരനെ കുറിച്ച് പറയാം. അതായത് അദ്ദേഹം ഒരു മന്ത്രിയായിരുന്നപ്പോൾ ഒരു വിദേശയാത്രയ്ക്ക് പോകവേ അവിടെ വെച്ച് ഒരാൾ ഒരു പേനായോ മറ്റോ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ സഹാക്കളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ഒത്തിരി പേരുണ്ടല്ലോ ഗൾഫിലൊക്കെ, മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, സമ്മാനിച്ചു. നല്ല പേനയാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞത് മേടിച്ചു. എന്നിട്ട് ഇറങ്ങാൻ നേരത്തെ ജി സുധാകരൻ ആ സുഹൃത്തിനോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് പേന തന്നല്ലോ, നല്ല സമ്മാനമാണ് കേട്ടോ, അതിൻ്റെ ബില്ലിങ് തന്നേ, കാശങ്ങ് തന്നേക്കാം. അതാണ് ജി സുധാകരൻ മധു, അതാണ് ജി സുധാകരൻ. ഞാൻ കാണുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പൈസയുടെ കളങ്കം ചാർത്താൻ ആവാത്ത രാഷ്ട്രീയ നേതാവാണ് ആലപ്പുഴക്കാരൻ ജി സുധാകരൻ. അത് നമ്മൾ കേരളക്കാരൊക്കെ കണ്ടേ മതിയാവൂ. അങ്ങനെ ഒരാളെ ചില CPM-കാർക്ക് വേണ്ട. പരുവപ്പെട്ട് ജീവിക്കാതിരിക്കുക എന്ന് പറയുന്ന സാഹചര്യം ദുഷ്കരമല്ലേ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം? വെല്ലുവിളി എന്ന് ഞാൻ പറയാം. അല്ലെ, അത് ശരിയാണ് മധു, അത് ദുഷ്കരമാണ്. ഒരു പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതും ധിക്കരിക്കാതെ ജീവിക്കുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് മധു, രാഷ്ട്രീയം ഒരു ലഹരിയാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഒരു ലഹരി പോലെയാണ്, ലഹരിയാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പ്രവർത്തിച്ച് രാത്രിയും പകലുമൊക്കെ ഓടി നടന്ന്, ചെറുപ്പത്തിലെ ഇവരൊന്നും മന്ത്രിയാകാൻ വേണ്ടി ജനിച്ചവരല്ല, മന്ത്രിയാകാൻ വേണ്ടി SFI പ്രവർത്തകനായതല്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം കൂടി നോക്കണം. അവിടെ ഭയങ്കരമായ ദയനീയമായ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള കുടുംബമാണ് പാർട്ടിക്ക് വേണ്ടി, അതും കൂടി ഓർക്കണം. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് പറയുന്നത്, ഏറ്റവും അഭിമാനത്തോടെ പറയുന്നത് ഞാൻ രക്തസാക്ഷി കുടുംബമാണ് എന്ന് തന്നെയാണ്. അതെ, അതൊക്കെ അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയാൻ ശേഷിയുള്ള ആളാണ് ജി സുധാകരൻ. പക്ഷെ അദ്ദേഹം പാർട്ടിയെ ഇത് 2 വശങ്ങളുണ്ട് മധു. ഞാനത് അല്പം ഒന്ന് വിശദീകരിച്ച് പറയാം. ഒന്ന്, സുധാകരൻ പാർട്ടിയോട് കൂടെ നിൽക്കേണ്ടതായിരുന്നു, അദ്ദേഹം വിശ്വസിച്ച പാർട്ടിയിൽ നിൽക്കേണ്ടതായിരുന്നു എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ പാർട്ടിയിൽ കൂടെ ചേർത്ത് നിർത്താൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹാക്കൾ, ആലപ്പുഴയിലെ സഹാക്കൾ ആവോളം ശ്രമിക്കേണ്ടതായിരുന്നു. അവർ ശ്രമിച്ചിട്ടില്ല, അവരദ്ദേഹത്തെ കരുതിയില്ല എന്നൊരു സങ്കടം അദ്ദേഹത്തിനുണ്ട്. ആ സങ്കടമാണ് അദ്ദേഹത്തിന് ഓടി നടക്കാൻ, അല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരു പശ്ചാത്തലം, ഒരു പ്ലാറ്റ്ഫോം ആ പാർട്ടിക്കാർ കൊടുക്കേണ്ടതല്ലേ? ആലപ്പുഴയിലെ പാർട്ടിക്കാര് ശിഷ്യന്മാരാണെന്ന് പറയുന്നു. പക്ഷേ ജേക്കബ് ജോർജ്, എന്താണ് ഇനി കൊടുക്കാൻ ബാക്കി എന്നൊരു ചോദ്യമല്ലേ ഒരു പാർട്ടിക്ക്? ഇപ്പൊ ജി സുധാകരൻ രക്തസാക്ഷി കുടുംബമാണ് എന്ന് പറയുമ്പോൾ, ജി സുധാകരന്റെ കുടുംബം പോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPM-ൽ രക്തസാക്ഷി കുടുംബങ്ങളുണ്ട്.
അവരൊക്കെ ജീവൻ കൊടുത്തിരിക്കുന്നത്, അവരുടെ പ്രിയപ്പെട്ടവർ ജീവൻ കൊടുത്ത് വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം കൊടുക്കാത്തത് എന്താണ് ജി സുധാകരന്? എത്ര കാലത്തെ പാർലമെന്ററി രാഷ്ട്രീയം, എത്ര കാലത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വം, എത്ര കാലത്തെ പാർട്ടി അംഗത്വം, എത്ര കാലത്തെ മന്ത്രിസ്ഥാനം, ഇതിന് ശേഷവും പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് നോക്കുക ഒരു സഖാവിന്റെ ബാധ്യതയല്ലേ? അതെ, അത് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അത്ര വലിയ ഡിമാൻഡൊന്നും കാണുമെന്ന്. പക്ഷേ എന്തെങ്കിലും ഒരു അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു കമ്മിറ്റി, വൈകുന്നേരം ഒന്ന് ഇറങ്ങി പങ്കെടുക്കാൻ ഒരു യോഗം, ഒന്ന് പ്രസംഗിക്കാൻ ഒരു മൈക്ക്, ഇതിൽ കൂടുതൽ എന്തെങ്കിലും സുധാകരൻ പ്രതീക്ഷിക്കും എന്നെനിക്ക് ഞാൻ കരുതുന്നില്ല. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയെ തള്ളി പറയാൻ പറ്റുമോ? അതുപോലും അതൊക്കെ ചെറുതാണ് എന്ന് അങ്ങ് തന്നെ പറയുന്നുണ്ടല്ലോ. അത്ര ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അത് പക്ഷേ അതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. അതാണ് മാധു എൻ്റെ രണ്ടാമത്തെ വിഷയം. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പാർട്ടിയെ തള്ളിപ്പറയരുതായിരുന്നു. ഈ പാർട്ടിയെ ഇനി എനിക്ക് വേണ്ട എന്ന് ജീവിതത്തിന്റെ സായങ്കാലത്തിൽ അദ്ദേഹം പറയരുതായിരുന്നു എന്ന് എനിക്ക് പറയുന്നുണ്ട്. ഈ രണ്ടഭിപ്രായങ്ങളും ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. രണ്ടഭിപ്രായങ്ങളും എന്റെ സ്വന്തം അഭിപ്രായമാണ്. സുധാകരനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പറയുന്നത് ശരിയല്ല. അതിനുശേഷം ഞാൻ അങ്ങിലേക്ക് വീണ്ടും വരികയും ചെയ്യാം. ശ്രീ ജയേന്ദ്രൻ ഒറ്റ കാര്യത്തിലാണ് അഭിപ്രായം. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ജി സുധാകരൻ എന്നറിയാത്തവരല്ല പാർട്ടി നേതാക്കളോ ആലപ്പുഴയിലെ സഖാക്കളോ പാർട്ടിയുടെ ഇപ്പോഴിരിക്കുന്ന മുതിർന്ന നേതാക്കളോ ആരും. ജി സുധാകരൻ ഇങ്ങനെ തന്നെയായിരുന്നു അന്നും ഇന്നും ഒക്കെ. ഒരു കാൽ കഴിക്കുമ്പോൾ മറ്റൊരു കാൽ എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ പ്രയോഗമാണ്. ആ ജി സുധാകരനെതിരെ ഒരു പരാമർശം വരുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ അതായത് അദ്ദേഹത്തിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തൊരു പ്രതികരണമല്ലേ? അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് പാർട്ടി ആലോചിക്കും എന്ന് പറഞ്ഞൊഴിയാമല്ലോ. ഒരു പരിഗണനയുമില്ല എന്ന് പറയാൻ വളരെ വ്യക്തിപരമായ ഒരു തീരുമാനമെടുക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് എങ്ങനെയാണ് കഴിയുന്നത്? അദ്ദേഹം പാർട്ടി അല്ലെങ്കിൽ സുധാകരൻ പാർട്ടി അല്ലെങ്കിൽ അല്ല, പാർട്ടി നേതൃത്വം എന്ന് പറയുന്നത് സെക്രട്ടറിക്ക് വളരെ വ്യക്തിപരമായ അഭിപ്രായം പറയാൻ കഴിയില്ല എങ്കിൽ എന്നുള്ളതാണല്ലോ സംഘടനാ സംവിധാനം. ഇത് വളരെ വ്യക്തിപരമായ ഒരു പ്രതികരണമായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരു പരിഗണനയുമില്ല. അങ്ങനെയാണോ ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് സംസാരിക്കേണ്ടത്? അല്ല, അതിൻ്റെ അകത്ത് ഈ സംസാരത്തിന്റെ ശൈലീഭേദങ്ങളെ കുറിച്ചൊക്കെ വേറെ തർക്കിക്കാം. അപ്പൊ ആ കാര്യത്തിൽ തന്നെ മാധു ഇപ്പൊ പരാമർശിച്ച ആ ഇൻസിഡന്റിൽ തന്നെ അതിന് തൊട്ട് മുൻപ് ചോദിക്കുന്നത്, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് സുരേഷ് കുറുപ്പിനെ കുറിച്ചാണ്. സുരേഷ് കുറുപ്പില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. ജി സുധാകരനോ ഇല്ല, പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെ പറയുകയും അവിടെ അദ്ദേഹത്തിന്റെ ചിരിയും കൂടെ വരുന്നുണ്ട്. അദ്ദേഹം മറ്റ് മുൻ പറഞ്ഞ പരാമർശം അങ്ങനെയൊന്നല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരം വിമർശനങ്ങളും ഉണ്ടാവില്ല. ജി സുധാകരനെ പരിഗണിക്കുന്നുണ്ടോ? ഒരു പരിഗണനയുമില്ല. ഇതാണ്, ഒരു പരിഗണനയുമില്ല. എന്നിട്ട് അവിടെ നിർത്തുന്നില്ല. അദ്ദേഹം ഇരുന്ന് ചിരിക്കുകയാണ്, അവിടുത്തെ മാധ്യമപ്രവർത്തകർ ചിരിക്കുകയാണ്. ആ രണ്ട് വീഡിയോയും പങ്കുവെച്ചുകൊണ്ടാണ്. അതിൽ തികഞ്ഞു നിൽക്കുന്ന പുച്ഛവും പരിഹാസവും അവഗണനയും അധിക്ഷേപവും ജി സുധാകരന് കാണാൻ കഴിയുന്നുണ്ട്. അതെ, ഞാൻ പറയട്ടെ മാധു, ചോദ്യം എന്നോട് ചോദിച്ചല്ലോ, ഞാൻ പറയട്ടെ. ഞാൻ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ജി സുധാകരനോട് സംസാരിച്ച വ്യക്തിയാണ് ഞാൻ. മറ്റാർക്കെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ ഉച്ചയ്ക്ക് ശേഷം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം ഞാൻ സംസാരിച്ച ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഇൻസിഡന്റ് ബൈ ഇൻസിഡന്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ന്. അതുകൊണ്ടും കൂടെയാണ് പറയുന്നത്. സുധാകരൻ എന്ന നേതാവ്, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് സംസ്ഥാനത്തെ പാർട്ടി അല്ലെങ്കിൽ സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വം, പാർട്ടി സംഘടന, LDF സർക്കാർ, ഇങ്ങനെ അത്തരം തർക്കങ്ങളൊന്നും ശ്രീ ജി സുധാകരനില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കമായി മനസ്സിലാക്കിയത്, എന്നോട് പറഞ്ഞതും, കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെ പറഞ്ഞാൽ, എനിക്കൊരു പൊളിറ്റിക്കൽ ടാസ്ക് കഴിഞ്ഞ 5 വർഷമായി ഇവർ തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവർ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലാ നേതൃത്വം അവരെനിക്ക് തന്നിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു പൊളിറ്റിക്കൽ ടാസ്കും തന്നിട്ടില്ല. ഞാൻ വെറുതെ ഇരിക്കുകയാണ്. ഇതാണ് പ്രധാനമായി ജി സുധാകരൻ ഉന്നയിക്കുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു റിജോയിൻഡർ എന്ന് പറയാവുന്ന വിയോജിപ്പിനോടുള്ള അദ്ദേഹത്തിന്റെ തന്നെ പ്രതികരണമാണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഒരു പ്രതികരണം ഉണ്ടായതെങ്ങനെ, എന്തുകൊണ്ടുണ്ടായി എന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്. പക്ഷേ താങ്കൾ ചോദിച്ചാൽ അതല്ലല്ലോ. അപ്പൊ അതാണല്ലോ പ്രസക്തമായ പ്രശ്നം. അതുപോലെ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് നടത്തിയ ആ പരാമർശത്തിൽ ഒരു പരിഹാസത്തിന്റെയോ അല്ലെങ്കിൽ അവമതിപ്പിന്റെയോ ഒരു ലാഞ്ചനയുണ്ട് എന്ന തോന്നലും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഡയറക്റ്റായിട്ട് പറയുകയില്ല.
പരിഹാസത്തിന്റെ അവമതിപ്പിന്റെ ഒരു ലാഞ്ചന ഉള്ളതായി ശ്രീ ജി സുധാകരന് തോന്നുന്നുണ്ട്. ഇക്കാര്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതങ്ങനെയാണോ പറയേണ്ടിയിരുന്നത്? സംഘടനാപരമായി നോക്കി അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്, പൊളിറ്റ് ബ്യൂറോ അംഗമാണ്, ഒക്കെയാണ്. പക്ഷെ ഞാനൊക്കെ വരുന്ന കാലത്തും അദ്ദേഹം ഈ സംഘടനാപരമായി ഞാൻ വലിയ പുള്ളിയൊന്നുമല്ല, പക്ഷെ എന്നെക്കാളും ജൂനിയർ ആയിട്ടല്ലേ നിന്നിരുന്നത്. ഞാൻ മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം MLA ആയിട്ടല്ലേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും അദ്ദേഹത്തോട് കൂടിയാലോചിച്ചും ചേർത്ത് നിർത്തിയും കൊണ്ടുപോകാമായിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് CPIM-ന് വിരുദ്ധമായോ എതിരായോ ഒരു നിലപാട് ജി സുധാകരൻ ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല. ഈ വൈകുന്നേരമാണല്ലോ നമ്മുടെ LDF കൺവീനർ പറഞ്ഞത്, സ്ക്രൂട്ടണി കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല, അത് അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പൂർത്തീകരിക്കൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ച് ഇപ്പോൾ തർക്കത്തിന്റെ ആവശ്യമില്ല. സംഘടനാപരമായി പറഞ്ഞാൽ അപേക്ഷ തന്നെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പ്രാഥമികമായി ജി സുധാകരൻ വേണ്ടെന്ന് വെച്ചൊരു കാര്യം ഇവരെങ്ങനെ സ്ക്രൂട്ടിനി ചെയ്യും എന്നറിഞ്ഞുകൂടാ. ഇതൊക്കെ ആരോട് പറയുന്നതാണ് എന്നും അറിയില്ല. പിന്നെ ലാഞ്ചനയൊന്നുമല്ല, അദ്ദേഹം കൃത്യമായി തന്നെയാണ് ഞാനൊരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്നർത്ഥം വരുന്ന താങ്കൾ പറഞ്ഞതുപോലല്ല അതിനകത്തെ വസ്തുത അതല്ലല്ലോ. അത് അങ്ങനെ പറഞ്ഞു പോകരുത് മാധവ്, അത് തെറ്റല്ലേ? കാരണം പാർട്ടി സ്ക്രൂട്ടണിയെ കുറിച്ചൊക്കെ താങ്കൾ ഇത്ര ആധികാരികമായിട്ട് എങ്ങനെ പറയാൻ കഴിയും? പാർട്ടി സ്ക്രൂട്ടണി എന്ന് പറയുന്നത് ജി സുധാകരൻ ഉൾക്കൊള്ളുന്നത് ആലപ്പുഴ DC ബ്രാഞ്ചിലാണ്. ഈ DC ബ്രാഞ്ചിൽ ആ ബ്രാഞ്ച് ചേർന്ന് ജി സുധാകരന്റെ മെമ്പർഷിപ്പ് പുതുക്കാനാണ് നിശ്ചയിച്ചത്. അത് പുതുക്കാൻ നിശ്ചയിച്ച് കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം, അത്ര ഫോർമാലിറ്റീസ് ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് DC ബ്രാഞ്ചിന്റെ ബ്രാഞ്ച് സെക്രട്ടറി വീട്ടിൽ ചെന്നത്. അപ്പോഴാണ് അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്. അല്ല, താങ്കൾ പറയുന്നത് പോലല്ല. നിശ്ചയിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അംഗത്വം പുതുക്കാൻ തന്നെയാണ് DC ബ്രാഞ്ച് നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോഴും നിൽക്കുന്നത് അദ്ദേഹമാണ് ഒപ്പിട്ട് കൊടുക്കാതിരുന്നത്. കാര്യം ഇനി പാർട്ടി എന്ത് തീരുമാനമെടുക്കാനാണ് പ്രാഥമികമായ തീരുമാനം അദ്ദേഹമാണ് കൈക്കൊള്ളേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം, ഈ പാർട്ടി സെക്രട്ടറി ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്നർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കിച്ചിരിക്കുകയും ചെയ്തു. പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജില്ലാ കമ്മിറ്റി എന്നുള്ള ജില്ലാ നേതൃത്വം എന്നല്ല, സംസ്ഥാന നേതൃത്വത്തിന് വരെ താൻ അനഭിമതനാണ് എന്ന തിരിച്ചറിവിലാണ് അദ്ദേഹം ആ തീരുമാനമെടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഒരു വലിയ പ്രസ്ഥാനം, ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ 3 സംഭവങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾക്കപ്പുറത്തേക്കാണ്. ഈ ഒരു അവസാന പട്ടിക വരുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പ് വലിയ ഫൈറ്റ് ഉണ്ടാകും ഇത്തവണ എന്നത് വ്യക്തമാണ്. കഴിഞ്ഞ തവണ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്തവണ അവിടെ ഒരു നല്ല കാൻഡിഡേറ്റിനെ നിർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്നൊരു ചിന്ത പോലും പാർട്ടിക്കില്ല. നല്ല കാൻഡിഡേറ്റ് അല്ല, അല്ലെങ്കിൽ നല്ല കാൻഡിഡേറ്റ് ആണ് എന്ന് പറയാൻ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇപ്പൊ പിന്നെ സാധ്യതാ പട്ടികകളെ സംബന്ധിച്ചാണല്ലോ ചർച്ചകളൊക്കെ ഉള്ളത്. ആ സാധ്യതാ പട്ടിക എന്നുള്ള മാനദണ്ഡത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞാൻ പറയുന്നത് PK ശ്യാമള നല്ല കാൻഡിഡേറ്റ് തന്നെയാണ്, വിന്നബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അവരെയാണ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുന്നതെങ്കിൽ. പിന്നെ പേരാവൂരിലെ കാര്യം താങ്കൾ പറഞ്ഞു, ലിജു അതിനെപ്പറ്റി പറയുകയും ചെയ്തു. CPM-നെ സംബന്ധിച്ചോളം CPM ആലോചിക്കുന്നത്, നിശ്ചയിക്കുന്നത് അവിടെ ഒരു ജയന്റ് കില്ലറായിട്ട് മാറാൻ കഴിയും KK ശൈലജയ്ക്ക് എന്നാണ്. ശൈലജ ടീച്ചർക്ക് അതിനുള്ള ശേഷിയുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്, ജനസ്വാധീനമുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നല്ല ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തന്നെ തേടുകയാണ് LDF. അതുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ജയന്റ് കില്ലേഴ്സ് ആയിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ തന്നെ LDF ബോധപൂർവ്വം തെരഞ്ഞുപിടിച്ചതിനെ നിർത്തുന്നുണ്ട് ഈ ഇലക്ഷനിൽ. അപ്പൊ അത്രയും നിർണായകമായിട്ട് ആ മേഖലകൾ, ആ മണ്ഡലങ്ങളും LDF കാണുകയാണ്, സ്വീകരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് തീരുമാനങ്ങളിലേക്ക് വരുന്നത്. അതുതന്നെയാണ് തളിപ്പറമ്പിൽ സംഭവിക്കുക. ശ്രീ M. ലിജു, അങ്ങനെ പേരാവൂരിൽ ഒരു ജയന്റ് കില്ലറാകാൻ KPCC അധ്യക്ഷനെ അട്ടിമറിക്കാൻ KK ശൈലജയ്ക്ക് കഴിയുമോ? പേരാവൂര് വെട്ടിപ്പിടിച്ചിട്ടുള്ള ചരിത്രം KK ശൈലജയ്ക്കുണ്ട്. ഞങ്ങൾ കരുതുന്നത് KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്.
നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് പേരാവൂരിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ശ്രീ സണ്ണി ജോസഫിൻ്റെ മികച്ച സ്ഥാനാർത്ഥിത്വം, കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ കാലാവസ്ഥ, കേരളത്തിൽ LDFനെതിരെയുള്ള വലിയ ജനവികാരമുണ്ട് എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ റിസൾട്ട്. ഞങ്ങൾ പേരാവൂരിൽ വലിയ ഭൂരിപക്ഷമാണ് ശ്രീ സണ്ണി ജോസഫിന് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എന്ന് പറഞ്ഞാൽ അത് ശ്രീമതി KK ശൈലജ അപമാനിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. ശൈലജ എന്നത് CPMൻ്റെ ഒരു പ്രമുഖ നേതാവാണ്. ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവരാണ് സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീ സണ്ണി ജോസഫ് അവിടെ ആര് സ്ഥാനാർത്ഥിയാണ്, എതിർ സ്ഥാനാർത്ഥി ആരാണെങ്കിലും സണ്ണി ജോസഫ് അവിടെ നിന്ന് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയാണ്. അതോടൊപ്പം ശ്രീ G. സുധാകരന്റെ വിഷയമായിരുന്നല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. G. സുധാകരന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് വളരെ സുവ്യക്തമായ അഭിപ്രായമാണുള്ളത്. ഇപ്പം G. സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിന് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം അപമാനിതനാവുന്നതിൻ്റെ കാര്യങ്ങൾ വിവരിക്കേണ്ടി വരുന്നത് അങ്ങേറ്റം ഖേദകരമാണ്. അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ സംഭാഷണം, കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹത്തെ പ്രധാന യോഗങ്ങളിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള വിവരം, അതോടൊപ്പം അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ആചരിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടടുത്ത് നടന്ന ഓഡിറ്റോറിയത്തിൽ പോലും അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ദുഃഖമുണ്ട്. പക്ഷേ CPM അത് പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിനെ അപമാനിക്കാനുള്ളതല്ല. അദ്ദേഹത്തെ ഉള്ള വിഷയം എന്താണെന്ന് പറഞ്ഞ് പരിഹരിച്ച് അദ്ദേഹത്തിൻ്റെ 10-60 വർഷക്കാലമായി അദ്ദേഹം തുടരുന്നൊരു പാർട്ടിയിൽ തന്നെ അദ്ദേഹം തുടരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം CPMനാണ്. അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. ഓക്കെ, ശ്രീ എം. ലിജു, ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ സജി ചെറിയാനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ G. സുധാകരൻ പറയുന്ന സമയത്ത് KC വേണുഗോപാൽ അവിടെ പോയി കാണുന്നുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ കോൺഗ്രസ് അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ശ്രീ G. സുധാകരനെ ആലപ്പുഴയിലെ കോൺഗ്രസ് നേതാക്കന്മാർ കാണുന്നത് ഒരു പുതിയ കാര്യമൊന്നുമില്ല. ഞങ്ങളൊക്കെ തന്നെ ഒത്തിരി തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്. അത് കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ തന്നെ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് സുഖമില്ലാതിരുന്ന സാഹചര്യത്തിലാണ് അന്ന് ശ്രീ KC വേണുഗോപാൽ അദ്ദേഹത്തെ സന്ദർശിച്ചത്. ഇപ്പോൾ സമീപകാലത്തും അദ്ദേഹത്തിന് വീണ് പരിക്കേറ്റ് കാലിന് സുഖമില്ലാതെ പ്ലാസ്റ്റർ ഇട്ട് സർജറിക്ക് വിധേയനായിരുന്ന സമയത്ത് എല്ലാവരും പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. ഇപ്പം അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ എന്നത് CPM എന്ന് പറയുന്ന അദ്ദേഹം പ്രവർത്തിച്ച വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം മുതൽ അദ്ദേഹം വളർന്ന് പ്രവർത്തിച്ച് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജില്ലാ നേതൃത്വവും അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ CPM നേതൃത്വവും അദ്ദേഹത്തോട് വെച്ച് പുലർത്തുന്ന അവഗണനയോടുള്ള പ്രതിഷേധമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് പരിഹരിച്ച് അദ്ദേഹം CPM തുടരും. ശരിയാണ്, G. സുധാകരൻ കേരളം മുഴുവൻ പ്രതിപക്ഷം അടക്കം ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ 21-ലെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം പാർട്ടിയോട് സ്വീകരിച്ച നിലപാട് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. പാർട്ടി അത് അന്വേഷണ കമ്മീഷൻ വെച്ച് അദ്ദേഹം അവിടെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതടക്കം വലിയ കനത്ത വീഴ്ച അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നടക്കം റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എന്നിട്ടും അതിനുശേഷമാണ് ഈ നടപടിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോ ഇത്രയും കാലം പ്രവർത്തിച്ച, ഇത്രയും സ്ഥാനമാനങ്ങൾ നൽകിയ ഒരു പാർട്ടിക്ക് അഭിമതനായി തുടരുക എന്ന് പറയുന്ന അവനവന്റെ കൂടി ഉത്തരവാദിത്വമല്ലേ? അല്ല, അദ്ദേഹം വലിയ തോതിൽ അദ്ദേഹം പാർട്ടി വിരുദ്ധമായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് നടപടി ഉണ്ടാകുമായിരുന്നല്ലോ. ഇപ്പം 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് അവിടെ അമ്പലപ്പുഴയിൽ മത്സരിച്ചത്. എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള സഹായമൊന്നും കോൺഗ്രസിനോ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു LDFൻ്റെ ഒരു വലിയ ഇലക്ഷൻ തരംഗമുണ്ടായിരുന്നൊരു തെരഞ്ഞെടുപ്പാണ്. മുൻപ് G. സുധാകരൻ 25,000 വോട്ടുകൾക്ക് ജയിച്ച സ്ഥലത്താണ് ഞങ്ങൾ 11,000 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ CPM. 10-14,000 വോട്ട് ലീഡ് കുറയ്ക്കുവാൻ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDFന് സാധിച്ചു. അത് ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങൾ ഉണ്ടാക്കിയ മുന്നേറ്റം. അതിന് G. സുധാകരന് സഹായം എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിന് ലഭിച്ചൊരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് കൂടി ലഭിച്ചൊരു വോട്ടായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത്. CPM അതാണല്ലോ. ഇപ്പം G. സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയെ CPMന്റെ ഒരു വിഭാഗം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നാൻ ഇതൊക്കെ കാരണങ്ങളാകാം. അദ്ദേഹം 25,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് CPM ജയിച്ചെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ മേലിലോട്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ 5 വർഷക്കാലമായി അദ്ദേഹത്തെ പാർട്ടി പരിപാടികൾക്ക് വിളിക്കുന്നില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആചരിക്കുന്ന സ്ഥലത്ത് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടന്ന CPMന്റെ ഒരു സമുന്നതനായ നേതാവിനെ ക്ഷണിക്കുന്നു പോലുമില്ല. അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്നും പരിഗണിക്കില്ല എന്ന് വളരെ പരസ്യമായി CPM സംസ്ഥാന സെക്രട്ടറി പരസ്യമായി മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞനുസരിച്ചാണെങ്കിൽ നവമാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ പിതാവിനെ വരെ അപമാനിക്കുന്നു. ഇപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ പോലൊരു നേതാവ് കമ്മ്യൂണിസ്റ്റായി തുടരാൻ CPMന്റെ മെമ്പർഷിപ്പ് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ലോജിക്കുണ്ട്. പക്ഷെ ഞാൻ ആ വിഷയത്തിലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം,
അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസത്തെ പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം CPM നേതൃത്വത്തിനാണ്. അവർ പരിഗണിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, പരിഹരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവിന് ഇനിയും പാർട്ടിയിൽ നിന്ന് കളയരുത്, ശരിയല്ല. കാരണം 10-20 വർഷക്കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളല്ലേ, അങ്ങനെ അപമാനിച്ച് പുറത്താക്കേണ്ടപ്പെടേണ്ട ഒരാളല്ല അദ്ദേഹം. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീ ജേക്കബ് ജോർജ്, കടുത്ത സൈബർ ആക്രമണം ഉണ്ടാകുന്നു. അത് പ്രോത്സാഹിപ്പിക്കുന്നതും അതിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും നൽകുന്നത് പാർട്ടി നേതാക്കൾ തന്നെയാണ്. മാത്രമല്ല, സംഘടനയ്ക്ക് കെട്ടുപെട്ട് പ്രവർത്തിക്കണമെന്നൊക്കെ ഞാൻ ഈ സംഘടനാ സംവിധാനത്തിന് മുകളിൽ ഇരിക്കുന്ന സമയത്ത് വന്നു ചേർന്ന ആളുകൾ പിന്നീട് ഉപദേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വളരെ ക്ഷുഭിതനായി പറയുന്ന ജി സുധാകരൻ നമ്മൾ കണ്ടിട്ട് മാസങ്ങളെ ആയുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ജില്ലാ നേതൃത്വം പരമാവധി സജി ചെറിയാൻ വരെ നിൽക്കുന്ന ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം ജി സുധാകരന്റെ സകല കെട്ടും പൊട്ടിക്കുന്നതായിരുന്നു. അതെ, അതാണ് സംഭവിച്ചത്. പക്ഷേ പാർട്ടി സെക്രട്ടറിക്ക് ആ ഒരു മിതത്വം, പത്രസമ്മേളനത്തിൻ്റെ അകത്തെ ആ ഫ്ലോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സഡൻ റിയാക്ഷൻ, ഒരു ക്വിക്ക് റിയാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, റിഫ്ലെക്സ് റിയാക്ഷൻ, അതുണ്ടായതാവാം. പക്ഷേ ഒരു വാക്കിലൂടെ അത് അദ്ദേഹത്തിന് പൊറുക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടാമായിരുന്നു ജി സുധാകരനോട്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഇത് ക്ഷമിക്കണം എന്ന് തീർച്ചയായിട്ടും പറയണം. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. കേരളത്തിൽ CPM എന്ന ഭരണകക്ഷിയുടെ ഏറ്റവും ഉന്നതനായ നേതാവാണ് അദ്ദേഹം. ആ നേതാവിന് തീർച്ചയായിട്ടും ഒരു പ്രയാസമില്ല ജി സുധാകരനെ പോലെ ഒരു മുതിർന്ന നേതാവിനോട് ഒരു വാക്ക്, അതെനിക്കറിയാതെ പറ്റിപ്പോയതാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോലും ജി സുധാകരൻ അത് പൊറുക്കുമായിരുന്നു. കാരണം സുധാകരനെ എനിക്കറിയാം, അങ്ങനെ അദ്ദേഹം കടുംപിടുത്തക്കാരനൊന്നുമല്ല. ജി സുധാകരൻ അങ്ങനെ കടുംപിടുത്തക്കാരനൊന്നുമല്ല. പക്ഷേ രാഷ്ട്രീയമായി ശത്രുത കാണിച്ചാൽ അദ്ദേഹം കാണിക്കും, അതിനൊന്നുള്ള മടിയുമില്ല. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്, ആ വ്യക്തിത്വം അങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഏറ്റവും ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് തന്നെയാണ് ജി സുധാകരൻ. ആ ബീങ് എ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിൽ ചില വ്യതിയാനങ്ങൾ ആ വ്യക്തിത്വത്തിനുണ്ടാവാം. ആ വ്യക്തിത്വം അത് അദ്ദേഹത്തിന് ചില അഭിലാഷങ്ങൾ, ചില മോഹങ്ങൾ, രാഷ്ട്രീയ മോഹങ്ങൾ തന്നെ ഉണ്ടാവാം. അങ്ങനെ ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹത്തിനെതിരെ വാളെടുക്കുന്ന CPM-കാരിൽ എത്ര പേരുണ്ട് ഇദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള, ഇദ്ദേഹത്തെ പോലെ ശുദ്ധമായ രാഷ്ട്രീയ വ്യക്തിത്വമുള്ള നേതാക്കൾ എത്ര പേരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണത്. അവരൊക്കെയാണ് സുധാകരനെ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത്രത്തോളം അവസരങ്ങൾ കൊടുത്തതും ഈ പാർട്ടിയാണല്ലോ എന്നുള്ളതാണ്. ജി സുധാകരൻ ശരിയാണ്, രക്തസാക്ഷി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഈ പാർട്ടിയിൽ അടിസ്ഥാനപരമായ നിലപാട് എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെ പേരിൽ ഉണ്ടാകുന്നതല്ല, അവസരങ്ങളും പാരമ്പര്യത്തിന്റെ പേരിൽ ഉണ്ടാകുന്നതല്ല, അത് മെറിറ്റിന്റെ പേരിലും സംഘടനാ പാടവത്തിന്റെ പേരിലും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒന്നാണ്. അപ്പോൾ ഈ അവസരങ്ങളെല്ലാം പാർട്ടി കൊടുത്തതിന്റെ പേരിലാണല്ലോ ജി സുധാകരനായി നിൽക്കുന്നത്. അത് മറ്റാരേക്കാളും സുധാകരൻ അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തനിക്ക് പാർട്ടിയാണ് ഈ സ്ഥാനങ്ങളെല്ലാം തന്നത്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. 2 തവണ മന്ത്രി, ജില്ലാ കൗൺസിൽ പ്രസിഡന്റ്, ഇത്യാദി MLA സ്ഥാനം, ഇതൊക്കെ വലിയ സ്ഥാനങ്ങൾ തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറത്തേക്ക് എത്തി നിൽക്കുന്നു. ആ സ്ഥാനങ്ങളുടെ എണ്ണം, മഹിമ, സംശയമൊന്നുമില്ല. പക്ഷേ അതൊന്നും ആയിരിക്കില്ല അദ്ദേഹം പ്രതീക്ഷിക്കുക. അദ്ദേഹവുമായിട്ടൊരു ഇൻട്രാക്ഷൻ, അദ്ദേഹത്തിനെ ഒന്ന് ക്ഷണിക്കുക, കമ്മിറ്റികളിലേക്കൊന്ന് ഉൾപ്പെടുത്തുക, പ്രസംഗിക്കാൻ 1-2 അവസരങ്ങൾ കൊടുക്കുക. അടിയന്തരാവസ്ഥയുടെ വാർഷികത്തിന് പോലും അദ്ദേഹത്തെ അടുപ്പിക്കില്ല, ഇങ്ങോട്ട് യോഗത്തിൽ പോലും പങ്കെടുക്കാൻ വരണ്ട എന്ന രീതിയിലുള്ളൊരു നിലപാടെടുക്കുന്ന ജില്ലാ കമ്മിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപഹാസ്യം തന്നെയാണ് മധു. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ശ്രീ M ജയചന്ദ്രൻ, ഈ പടപ്പുറപ്പാടൊക്കെ നടക്കുന്ന സമയത്ത് ജി സുധാകരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നേതാക്കൾ കയറിപ്പോകുന്നത്. മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത്രയധികം വാർത്തകൾ വരുന്ന സമയത്ത് ആരും കമ്മിറ്റിയിലേക്ക് കയറിപ്പോകുമ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല, തിരിച്ചു വരുമ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല. KK ശൈലജയോട് ചോദിക്കുന്നു, സജി ചെറിയാനോട് ചോദിക്കുന്നു, ആരും ഒന്നും അറിഞ്ഞിട്ടില്ല ആ സമയം വരെയും. ശരി, എന്നിട്ട് അനുനയ ശ്രമത്തിന് R നാസറിനെയാണ് പറഞ്ഞു വിടുന്നത്, അടുപ്പിച്ചിട്ടില്ല ജി സുധാകരൻ. ആർക്കെതിരെയാണോ പരാതി അവരെയാണ് പറഞ്ഞു വിടുന്നത്. അപ്പോഴും ഇപ്പം MA ബേബിക്ക് നല്ല ആക്സസ് ഉണ്ട് ജി സുധാകരൻ്റെ അടുത്തേക്ക്. അങ്ങനെ ആരുമല്ല അപ്പോഴും അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്നത്.
ആര് പറഞ്ഞു മാധു? ശ്രീ എം എ ബേബിയുമായി, സഖാവ് എം എ ബേബിയുമായി ജി സുധാകരൻ ഈ വിവരം ഇന്ന് സംസാരിച്ചിട്ടുണ്ടെന്നേ. അദ്ദേഹം കൂടെ അറിയാതെ പിന്നെ ജില്ലാ സെക്രട്ടറിയെ പറഞ്ഞു വിടില്ലല്ലോ. ശ്രീ എം എ ബേബിയോടും ജി സുധാകരൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, 10 ദിവസം മുമ്പാണ് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് തിരുവനന്തപുരത്ത് AK സെന്ററിൽ നടന്നത്, അറിയുമല്ലോ. ആ പഠന കോൺഗ്രസിൽ ഒരു പേപ്പർ അവതരിപ്പിക്കാൻ ജി സുധാകരനെ ക്ഷണിച്ചത്. പാർട്ടിയും ഗവൺമെന്റുമാണല്ലോ സംയുക്തമായി നടത്തിയത് ആ പരിപാടി. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ ഈ അത്രയും ദൂരം യാത്ര ചെയ്യാൻ തൽക്കാലിക അപകടമൊക്കെ കഴിഞ്ഞ് വിശ്രമാവസ്ഥയിലായതുകൊണ്ട് അദ്ദേഹം വരാൻ പറ്റില്ല എന്ന് അറിയിച്ചു. അതുപോലെ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം 7-ാം തീയതിയാണ് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ. മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ വിളിച്ചു. അപ്പോഴും ഇത് തന്നെ പറഞ്ഞു. കുട്ടനാട് MLA തോമസ് കെ തോമസ് AC റോഡിന്റെ ഉദ്ഘാടനം, AC റോഡിന്റെ ഉണ്ട്, പിന്നെ പടഹാരം പാലവും ഉണ്ട്. അപ്പൊ അവിടെ അവരോട് ഇത് തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിയില്ല. പക്ഷെ പ്രശ്നം ഇതൊന്നും അല്ല. നമ്മളീ പറയുന്ന നാസറിനെ വിടുന്നത് നാസറിന്റെ ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് ഏതായാലും മാധ്യമങ്ങളെല്ലാം വാർത്ത വന്നു, അതുകൊണ്ട് ഞാൻ അങ്ങ് വിളിച്ചു കളയാം. അങ്ങനെയല്ലോ, അങ്ങനെ നടക്കുന്ന പാർട്ടിയല്ലോ CPI. സ്വാഭാവികമായും ഈ ആർനാസറിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലായെങ്കിലും ജില്ലാ നേതൃത്വത്തിനെതിരെയാണ് പോയ കാലത്തെ മുഴുവൻ അവഗണനകളുടെയും കുറ്റപത്രം ജി സുധാകരൻ എഴുതി വച്ചിരിക്കുന്നത്. പോകാതെ എന്താ നിവൃത്തി? ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ 5 വർഷക്കാലം ജില്ലാ നേതൃത്വവുമായാണ് അദ്ദേഹത്തിന് വിയോജിപ്പ്. അദ്ദേഹത്തിനെ മറ്റൊരു പരിപാടികളിലും പങ്കെടുപ്പിക്കാതെ അകറ്റി നിർത്തി എന്നുള്ള അദ്ദേഹത്തിന്റെ വിയോജിപ്പ് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനെതിരെയാണ്. സംസ്ഥാന നേതൃത്വത്തിനെതിരെയോ CPM എന്ന പാർട്ടിക്കെതിരെയോ CPM നയിക്കുന്ന ഗവൺമെന്റിനെതിരെയോ അല്ല, അഖിലേന്ത്യാ നേതൃത്വത്തിനെതിരെയോ അല്ല. അദ്ദേഹത്തിന് ആലപ്പുഴയിലെ ചില വിഷയങ്ങളുമായിട്ടാണ് തർക്കം, വിയോജിപ്പ്. ആ വിയോജിപ്പാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടെന്നേ. ആ പാർട്ടി സ്വാഭാവികമായിട്ടും ഇനി അങ്ങനെ ഒരു സമീപനം ഉണ്ടായി, ജി സുധാകരൻ അതിൽ അതൃപ്തി ഉണ്ടായി, അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് വരെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ടൊരു സമവായ ചർച്ച വേണ്ടതല്ലേ? നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് മാറ്റണം എന്നൊരു ഇടപെടൽ വേണ്ടേ? അല്ല, ഞാനതല്ലേ പറഞ്ഞത്. ശ്രീ ജി സുധാകരൻ എം എ ബേബിയെ, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായിട്ട് ജനറൽ സെക്രട്ടറിയും ആശയവിനിമയം നടത്തുമല്ലോ. അതിന്റെ എന്തൊക്കെയാണ് തുടർന്ന് വരുന്നതെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളായിരിക്കും കാണാനിരിക്കുക. അതിന്റെ തുടക്കം എന്നുള്ള നിലയിലാണല്ലോ നാസർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഇത് നോക്കൂ, ആദ്യം തന്നെ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ജി സുധാകരൻ എത്തിച്ചേരില്ല. അങ്ങേക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ആളാണല്ലോ. ഇത് മതിയായി എന്ന് തോന്നുന്ന അടുത്തോളം ആ കാര്യങ്ങൾ വഷളായതിനു ശേഷമല്ലേ ഒരു ജി സുധാകരനെ പോലെ അത്രയും ഔന്നത്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇതിലേക്ക് ചെല്ലുകയുള്ളൂ, ഒരു പബ്ലിക് പോസ്റ്റിലേക്ക് ചെല്ലുകയുള്ളൂ. അതിനുശേഷം മാത്രം നടക്കുന്ന ഈ അനുനയ ശ്രമങ്ങൾ നേരത്തെ ഉണ്ടാകാത്തത് കൊണ്ടും അദ്ദേഹം അങ്ങോട്ട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പരിഗണിക്കാത്തത് കൊണ്ടും ഒക്കെയല്ലേ ഈ പാർട്ടി അന്വേഷണ റിപ്പോർട്ടിനെതിരെ തന്നെ ജി സുധാകരൻ എത്ര പരാതികൾ നൽകിയിട്ടുണ്ട്, തൊട്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് ഉച്ചകഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം, അപ്പോൾ പിന്നെ പാർട്ടി വിട്ടോ, ഇതാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം എന്നോട് ഉടനെ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും എടുത്തില്ല. അതിന് മുമ്പ് മറുപടി പറഞ്ഞു, ഞാൻ പാർട്ടി വിട്ടില്ല, പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവായി, അത്രേ ഉള്ളൂ. ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ പാർട്ടി അണികളായിട്ടുള്ളത്, അക്കൂട്ടത്തിലാണ് ഞാൻ ഇനി പെടുക. ഇതാണ് എന്നോട് പറഞ്ഞ മറുപടി. അല്ല, ഇതങ്ങനെയല്ല. CPM-നുള്ള സവിശേഷമായ ഒരവസ്ഥയാണ് ഈ അംഗത്വം പുതുക്കിയില്ലെങ്കിൽ സ്വാഭാവികമായി പാർട്ടിക്ക് പുറത്താവും. അല്ല, സ്വയം പുറത്താകാനായിട്ട് ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു അപൂർവമായ അവസരമാണ് ഈ പാർട്ടി സ്ക്രൂട്ടണി. മെമ്പർഷിപ്പ് പുതുക്കിയില്ലെങ്കിൽ, ലെവി അടച്ചില്ലെങ്കിൽ സ്വാഭാവികമായി പുറത്തു പോകുന്ന ഒരവസ്ഥയാണ് മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി. പാർട്ടി വിടാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? പാർട്ടി വിട്ടില്ല, പാർട്ടി മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെച്ചു. ലക്ഷക്കണക്കിന് പാർട്ടി അണികളിലാണ് ഞാനും പെടുന്നത് എന്നാണ് എന്നോട് മറുപടി പറഞ്ഞത്. ആ മറുപടിയാണ് ഞാൻ താങ്കളോടും പറഞ്ഞത്. ഈ പാർട്ടിക്കാർ എന്ന് പറയുന്നത് പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച് എങ്ങനെയാണ് പാർട്ടിക്കാരനായി തുടരുക? അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ മെമ്പർഷിപ്പ് റദ്ദ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. 5.25 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട് കേരളത്തിൽ. അവർ വിചാരിച്ചാൽ പിന്നെ CPM-ന് അധികാരത്തിൽ വരാൻ പറ്റുമോ? MLA-മാർക്ക് ജയിക്കാൻ പറ്റുമോ? LDF-ന് അധികാരത്തിൽ വരാൻ പറ്റുമോ? ഇല്ലല്ലോ.
ദശലക്ഷക്കണക്കിന് അനുഭാവികളുമാണ്. അതെ, അനുഭാവികളുടെ പട്ടികയിലേക്ക് അതാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ദശലക്ഷക്കണക്കിന് സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട നേതാവ് ഇനി പാർട്ടി അനുഭാവിയാണ്. അതെ, ബാക്കി പാർട്ടി നോക്കട്ടെ. അദ്ദേഹം പാർട്ടി വിട്ടു പോയെന്നോ പാർട്ടിയുടെ ശത്രു പ്രഖ്യാപിക്കുകയോ അല്ല ചെയ്യുന്നത്. ബാക്കി ആ പാർട്ടി നോക്കട്ടെന്നേ. അതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ കണ്ടു. വരാം, ഇടവേള. ശ്രീ എം ലിജു, പാർട്ടിയിൽ തുടരുക ജി സുധാകരനും, ജി സുധാകരൻ പാർട്ടിയിൽ തുടരുക പാർട്ടിക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സന്ധിയിൽ എത്തി നിൽക്കുന്നു എന്നു തന്നെയാണ് ഇന്ന് രണ്ട് ഭാഗത്തു നിന്നും വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല, ജി സുധാകരനെ പോലെ ഒരു പാർട്ടി നേതാവ് CPM-നുള്ളിൽ നിൽക്കാൻ സാധിക്കാതെ സ്വന്തം മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറാകുന്നില്ല എന്നത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്ന അന്നത്തെ ഒരു അവസ്ഥയുടെ കൃത്യമായ സൂചനയാണ്. ഞാൻ ആ ഒരു പോയിന്റ് മാത്രമാണ്, യഥാർത്ഥത്തിൽ ആ ഒരു വിഷയം പരിഹരിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അദ്ദേഹം ഇത്രയും വർഷം നിന്ന ഒരു പാർട്ടിക്ക് പുറത്തേക്ക് ഒരു മുതിർന്ന നേതാവിനെ ചവിട്ടിപ്പുറത്താക്കുന്നത് ഒരിക്കലും ശരിയല്ല. ചവിട്ടിപ്പുറത്താക്കുന്ന പറഞ്ഞാൽ അദ്ദേഹം സ്വയം മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയാണ്. പക്ഷേ ആ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരർത്ഥത്തിൽ ചവിട്ടിപ്പുറത്താക്കലാണ്. അപ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം CPM-നുണ്ട്. പക്ഷേ അതോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹം കാണേണ്ടത് ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്നത്തെ ഒരു എക്കോസിസ്റ്റമാണ്. ഇന്നത്തെ ആ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഇന്നത്തെ ഒരു അവസ്ഥയാണ്. ജി സുധാകരനെ പോലൊരു നേതാവ് പോലും പരസ്യമായി അപമാനിക്കപ്പെടുന്നു. അദ്ദേഹത്തെ 5 വർഷത്തേക്ക് പാർട്ടിയിൽ വിളിക്കുന്നില്ല. അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആചരിക്കുമ്പോഴും അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തിനെ പിതാവിനെ വരെ നവമാധ്യമങ്ങളോട് ആക്ഷേപിക്കുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആ ഒരു പാർട്ടിയിൽ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗുരുതരമായ രാഷ്ട്രീയ ധാർമ്മിക സാഹചര്യമാണ്. അത് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ തരത്തിൽ മാത്രമാണ് ഞങ്ങൾ അതിനെ കാണാൻ. അതിലൊരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നില്ല. CPM ഈ സാഹചര്യം തിരുത്തണം, ജി സുധാകരനുമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കണം. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പുനർവിചിന്തനം ഈ രണ്ടിടങ്ങളിലും നിന്നിട്ടുണ്ട്. അപ്പോൾ അത്രമേൽ അനഭിമതനൊന്നുമല്ല. പക്ഷേ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിലപാടുകൾ നിരന്തരം ഈ പറയുന്ന പോരാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് സംഘടനാ സംവിധാനം മുന്നോട്ട് പോകണ്ടേ? തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കുമ്പോൾ പോലും ഇതൊരു തലവേദന എന്ന നിലയ്ക്ക് ആ പ്രശ്നം ഉരുത്തിരിഞ്ഞു വരിക എന്ന് പറയുന്നത് എത്രത്തോളം കോൺഗ്രസിലാണെങ്കിൽ സമ്മതിക്കുമോ നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, അതിപ്പം അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനകളുടെയൊക്കെ ഒരു സ്വഭാവം നോക്കില്ല. എനിക്ക് ഈ പറഞ്ഞ വിഷയങ്ങൾ നിലനിൽക്കുന്നതല്ലേ മാധു. അതായത് ജി സുധാ 50 ഇപ്പം അടിയന്തരാവസ്ഥ എന്നത് ഞങ്ങളതിനെ ന്യായീകരിക്കും, അല്ലെങ്കിൽ പല പല സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നൊരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ പോലൊരു മുതിർന്ന നേതാവിന്റെ വീടിന്റെ തൊട്ടടുത്ത് അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷം ആചരിക്കുമ്പോൾ അദ്ദേഹത്തിനെ വിളിക്കണ്ടേ? അദ്ദേഹത്തിന് ഒരു പാർട്ടി ഘടകം കൊടുത്ത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം കൊടുത്ത് അദ്ദേഹത്തെ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ലേ? അദ്ദേഹത്തിന്റെ പിതാവിനെ വിളിച്ച് ഒരു പാർട്ടി നേതാക്കന്മാർ ആക്ഷേപിക്കുമ്പോൾ അതിനെ തിരുത്തേണ്ട ഉത്തരവാദിത്വം ആ പാർട്ടിക്കില്ലേ? ഞങ്ങൾ അത്തരം ചില വിഷയങ്ങൾ, പൊതുവായ വിഷയങ്ങളാണ്, അല്ലാതെ ആ CPM-നകത്ത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങളാരും തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്തമാണ്. ഇപ്പൊ തന്നെ നമ്മൾ മാധു ഉൾപ്പെടെ ശ്രദ്ധിച്ചു. MV ഗോവിന്ദന്റെ പരാമർശം ന്യായീകരിക്കത്തക്കാണോ? ഇങ്ങനെയാണോ ഒരു MV ഗോവിന്ദൻ ഇന്ന് അദ്ദേഹത്തെ കളിയാക്കിയത് ന്യായീകരിക്കത്തക്ക ഒന്നാണോ? എനിക്കത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. ഞങ്ങൾ പരിഗണിക്കുന്നില്ല എന്നങ്ങനെയാണോ പറയേണ്ടത്? അത് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നു പറയുന്നതിലൂടെ മാധ്യമപ്രവർത്തകരുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞങ്ങൾ അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. അതേ ഞാൻ ഉദ്ദേശിച്ചു. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ എം ലിജു, ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം ശ്രീ M ജയചന്ദ്രൻ ഞങ്ങളോട് സംസാരിച്ചതിന്. ജി സുധാകരുമായി ബന്ധപ്പെട്ട വിഷയം, KK ശൈലജയുമായി ബന്ധപ്പെട്ട വിഷയം, PK ശ്യാമളയുമായി ബന്ധപ്പെട്ട വിഷയം, ഈ 3 കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPM-ന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. പാർട്ടി അതിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് വളരെ കൗതുകത്തോടെ ഉറ്റുനോക്കുകയും ചെയ്യുന്നു. Debate with Madhu Saji.